ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ത്രീ ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു വൈകാരികമായ വേദനയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേർപിരിയലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാമെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട്. തൊഴിൽപരമായ കാര്യത്തിലായാലും ധനപരമായ കാര്യത്തിലായാലും ഒക്കെ സംഘർഷങ്ങളും തിരിച്ചടികളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട്. 9 ഓഫ് സോഡ് എന്ന് പറയുന്നത് പേടി സ്വപ്നങ്ങൾ, ഭയങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ, വളരെ ആശങ്കപ്പെട്ട ദിവസങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ നിങ്ങൾ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഉണരുകയും വല്ലാതെ ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു എനർജിയിലുള്ള കാർഡാണ് 9 ഓഫ് സോഡ് എന്ന് പറയുന്നത്. 5 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തർക്കങ്ങളും കലഹങ്ങളും നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയുള്ളവരോ നിങ്ങൾക്ക് അറിയുന്നവരോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നത് എന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട്. ദി സ്റ്റാർ എന്ന് പറയുന്ന കാർഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുത്തൻ ഉണർവ്, ഒരു പുതിയ പ്രകാശം വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക മേഖലയിലൊക്കെ നല്ലൊരു സമയമാണെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നു. ഒരു പ്രതീക്ഷിതമായ സ്രോതസ്സിൽ നിന്ന് ധനം വരുന്നു എന്ന് ഈ കാർഡിൻ്റെ എനർജി സൂചിപ്പിക്കുന്നു. സ്നേഹബന്ധങ്ങളിലൊക്കെ പഴയ വിള്ളലുകളെല്ലാം മാറി ഒരു പുത്തൻ സന്തോഷകരമായ പുതിയ ഒരു നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു എന്ന് ഈ കാർഡിൻ്റെ എനർജി സൂചിപ്പിക്കുന്നു. ആരോഗ്യപരമായ കാര്യത്തിലായാലും ഒക്കെ നല്ലൊരു സമയമായിട്ട് ഈ കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട്. കിങ് ഓഫ് സോഡ് എന്ന് പറയുന്നത് സത്യസന്ധൻ, സംരംഭകൻ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്സ് ആണുള്ളത്. ഒരു അധികാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കിങ് ഓഫ് സോഡ് പറയുന്നത്. വളരെ എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ ബുദ്ധിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നീ കാർഡിൻ്റെ എനർജി പറയുന്നു. 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒത്തുചേരൽ, ആഘോഷം എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഘോഷമൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നീ കാർഡിൻ്റെ എനർജി പറയുന്നുണ്ട്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് പണസംബന്ധമായ ഒരു കാർഡാണ്. ഒരു സാമ്പത്തികമായ ഒരു ഭദ്രതയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഈ കാർഡിൻ്റെ എനർജി പറയുന്നു. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഒക്കെ ഈ കാർഡിലുണ്ടായ യെല്ലോ കളറൊക്കെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയത്ത് ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയും ഒക്കെ കടന്നു വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷേ നമ്മളുടെ ആ ഒരു ആത്മീയ വളർച്ചയിലൊക്കെ നമ്മളെ യൂണിവേഴ്സ്